ഒരു എൻട്രൻസ് എഴുതാനുള്ള ഒരു അറിവോ പാഠമോ ഒന്നുമില്ല. എനിക്ക് ആ പാഠം ഒരു +2 ലെവലിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിന്നൊരു കഴുതയാണ്. അപ്പോൾ എൻ്റെ പുറത്ത് കയറി കർത്താവ് വരുന്നതായിട്ട് ഞാനിങ്ങനെ മനസ്സിൽ കാണുകയും അത് ആ ഒരു ബോധ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. എൻട്രൻസ് എഴുതുന്നതിന് ആ മുഴുവൻ നേരം ഈശോ എൻ്റെ കൈ പിടിച്ചെഴുതുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഞാൻ എണീക്കുമ്പോൾ കേൾക്കുന്ന ഓരോ അത്ഭുതങ്ങൾ, ഇത് കേൾക്കുമ്പോൾ ആദ്യമേയൊക്കെ എനിക്കൊരു ഇൻഡിഫറൻസ് ആയിരുന്നു. കുറച്ച് നാളിങ്ങനെ പിന്നെയും കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊരു അബ്സല്യൂട്ട് നീഡാണ്, ഈശോ ഇല്ലാതെ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈശോയോട് വാഗ്ദാനം ചെയ്തു, ഞാൻ ഡോക്ടറായാൽ എൻ്റെ ഈ ഒരു ജോലിയോ പദവിയോ അല്ല, നിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ, എൻ്റെ സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി ഒന്നും ഞാൻ ഉപയോഗിക്കുകയില്ല എന്ന്. അങ്ങനെ ഞാൻ ഈശോയ്ക്ക് വാക്ക് കൊടുത്തു. പ്രൈസ് ഗോഡ്. ഞാൻ ഡോക്ടർ ടോജി തോമസ്. ഞാൻ ആലുവയിലാണ് വർക്ക് ചെയ്യുന്നത്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പരിയാരം. ഇതെൻ്റെ വൈഫ് ഡോക്ടർ ശുഭ. ആള് ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പീഡിയാട്രിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. മൂത്ത മോള് ജോവാൻ 11th രാജഗിരി ഹൈസ്കൂളിൽ പഠിക്കുന്നു. മിഡിൽ വൺ എൽസ 8th സ്റ്റാൻഡേർഡിൽ രാജഗിരിയിൽ പഠിക്കുന്നു. റോസ് GS സെൻട്രൽ CMI സെൻട്രൽ സ്കൂളിൽ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞങ്ങൾ ആസ് എ ഫാമിലി ജീസസ് യൂത്തായിട്ട് ഒരു 10+ ഇയേഴ്സായിട്ട് അസോസിയേറ്റഡ് ആണ്. ഞാൻ പ്രൊഫഷണൽ മിനിസ്ട്രിയിലും ഡോക്ടേഴ്സ് മിനിസ്ട്രിയിലും വർക്ക് ചെയ്യുന്നു. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് ജനിച്ചു വളർന്നത്. നല്ല പ്രാർത്ഥനാന്തരീക്ഷമുള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചു വളർന്നത്. എന്നാലും ഈശോയുമായിട്ട് ഈശോയുടെ ആ സ്നേഹവും ഈശോയുടെ ആ നമ്മളോടുള്ള വാത്സല്യം അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചത് ആദ്യമായി ഈശോയെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിച്ച 9 വയസ്സുള്ളപ്പോഴാണ്. അപ്പം എന്നെ ഈ ആദ്യ കുർബാന പഠിപ്പിച്ച സിസ്റ്റർ ആധ്യാത്മികമായിട്ട് ഈശോയെക്കുറിച്ചുള്ള ആ സ്നേഹം ഞങ്ങളുടെ ആ ചെറിയ മനസ്സുകളിൽ അന്ന് പറഞ്ഞു തന്നു. അന്ന് മുതൽ ഞാൻ ഈശോയെ എൻ്റെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുക മാത്രമല്ല, ഈശോയോട് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വരണേ എന്ന് ഞാൻ ആദ്യ കുർബാനയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ സിസ്റ്റർ പറഞ്ഞു തന്ന ഒരു കാര്യമാണ്, നമ്മൾ ഓരോ ചെറിയ പാപത്തിലും നമ്മൾ ഈശോയെ വേദനിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പം ഞാൻ വീണ്ടും ഈശോയുടെ ഈശോ നമുക്ക് വേണ്ടി കുരിശ് മരിച്ച ഈശോയെ ഇനി ഒരിക്കലും വേദനിപ്പിക്കരുതെന്നുള്ള ഒരു വലിയ ആഗ്രഹവും അന്ന് ആ ചെറിയ മനസ്സിൽ അന്നപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാനതിനുവേണ്ടി ഈശോയെ എൻ്റെ ഹൃദയത്തിൽ വരണേന്ന് ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചു. അതിന് ആദ്യ കുർബാനയ്ക്ക് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാനൊരിക്കലും എൻ്റെ പഠനത്തിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ചെറിയ ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ സാധാരണ കുട്ടികളെ പോലെ കളിയിലൊക്കെ കൂടുതൽ അങ്ങനെ ഒരു താല്പര്യമുള്ള കുട്ടി. ഇപ്പോൾ ഞാൻ ഈശോനെ സ്വീകരിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ വലിയ പഠിത്തം വേണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് അന്നൊന്നും ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈശോ എല്ലാ ഒരു മേഖലയിലും ഈശോ എന്നെ ഉയർത്തിക്കൊണ്ട് വന്നു. ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോ അതിലേറെ എന്നെ സ്നേഹിച്ചു. അപ്പോൾ അതിനുശേഷം ഈ ആദ്യ കുർബാനയ്ക്ക് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം ഞാൻ ഒരു വലിയൊരു സ്കൂളിലേക്ക് എനിക്ക് ട്രാൻസ്ഫറായി. അതിനുശേഷം ആ സ്കൂളിൽ തന്നെ പിന്നീടുള്ള പരീക്ഷകളിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് ഈശോ എന്നെ കൊണ്ടുവന്നു. അതിനുശേഷം കർത്താവ് ക്വിസ് മത്സരങ്ങൾ, ഉപന്യാസത്തിനും എല്ലാം കർത്താവ് ഇങ്ങനെ കൂടെ കൊണ്ടുപോകുന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക്. ഇതൊന്നും നമ്മൾ പേഴ്സണലായിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചതുകൊണ്ടല്ല. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ കൂടെ കർത്താവ് നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്ന പോലെ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുകയും അതോടൊപ്പം മറ്റെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ കർത്താവ് ഒരു അനുഗ്രഹങ്ങളുടെ ഒരു വലിയ മഴ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു. അതിനുശേഷം ആ സ്കൂളിലെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധികളും ഞാൻ ഈശോയെ ആശ്രയിക്കുകയും ഈശോ എന്നെ അത്യധികമായി അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നത്, പ്രതിസന്ധി എന്ന് അന്ന് ഞാൻ കരുതിയത് ഒരു 10ാം ക്ലാസ്സിലെ പരീക്ഷ SSLC പരീക്ഷയിലായിരുന്നു. SSLC പരീക്ഷയിൽ വലിയ മാർക്ക് കിട്ടും, ഉന്നത വിജയം കിട്ടും എന്നൊക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചെങ്കിലും
ഞാൻ പ്രതീക്ഷിച്ചതിലും ഒക്കെ കുറഞ്ഞ മാർക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഇങ്ങനെ ഒത്തിരി എനിക്ക് സങ്കടമായി. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഞാൻ പ്രതീക്ഷിച്ച മാർക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി കരയുകയും ഞാൻ പ്രതീക്ഷയിലും കുറഞ്ഞ മാർക്ക് കിട്ടിയപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. അപ്പോൾ ഞാൻ കുറേ കരഞ്ഞു കഴിഞ്ഞപ്പം ഈ ആത്മാവിലൊരു പ്രചോദനം ഉണ്ടായി. അവിടെ മുമ്പിൽ ഒരു ബൈബിൾ ഇരിപ്പുണ്ടായിരുന്നു. ആ ബൈബിൾ എടുത്ത് വായിക്കാനായിട്ട് ഈശോ ഹൃദയത്തിലൊരു പ്രചോദനം നൽകി. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്തപ്പം എനിക്ക് കിട്ടിയത് വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യമായിരുന്നു. അതിലിപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്നതുപോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു. അപ്പോൾ ഈശോ എന്നോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു പ്രതീതി അന്ന് എനിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിലും എൻ്റെ ആ ഒരു മനസ്സിലുണ്ടായ ആ ഒരു വേദനയൊന്നും അന്നും മാറിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈശോ ഇത് എനിക്ക് വേണ്ടി അനുവദിച്ചതാണെന്നും പിതാവ് പുത്രൻ എന്ന പോലെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും ആ വചനത്തിലൂടെ എനിക്ക് മനസ്സിലായി. പിന്നെ ഗ്രാജുവലി കർത്താവ് തന്നെ എന്നെ എൻ്റെ ആ ഒരു സങ്കടത്തിൽ നിന്നെല്ലാം ഉയർപ്പിച്ച് വീണ്ടും ജീവിതം പഴയതുപോലെ തന്നെ ഞാൻ കർത്താവിൽ ആശ്രയിക്കാൻ തുടങ്ങി. ഈ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ ഈ അധ്യായത്തിൽ തന്നെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്: സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്, കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അവിടുന്ന് നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് തന്നെ നിനക്ക് വഴി തെളിച്ചു തരും. ഈ വചനത്തിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഡോക്ടറാവുക എന്നത് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് SSLC പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതുകൊണ്ട്, ഞാൻ പ്രതീക്ഷിച്ചാലും കുറഞ്ഞ മാർക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അന്നത്തെ ടോപ്പായിട്ടുള്ള ഒരു എൻട്രൻസ് പരിശീലന കേന്ദ്രത്തിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ ഞാൻ അഡ്മിഷൻ കിട്ടിയ ഒരു സ്ഥലത്ത് പോയി പോസ്റ്റൽ ട്യൂഷൻസ് പഠിച്ചു. കൂടുതലും ആ ഒരു +1 +2 ആ ഒരു സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിച്ചു പോയത്. അപ്പോഴും ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എന്നെ വഴി തെളിച്ചു തരും എന്നുള്ള ആ വാഗ്ദാനത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോഴും എൻ്റെ ഈ വലിയ സെൻറ്ററിലൊക്കെ പഠിക്കുന്ന ആ കുട്ടികളുടെ പല ക്വസ്റ്റ്യൻസും എനിക്ക് പലതും അന്ന് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. എന്നാലും ഞാൻ ഈശോയുടെ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിച്ചു. അതിനുശേഷം എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറായി. അപ്പം ഡോക്ടറാവണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ ഡോക്ടറാവണമെന്നാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ നീ എൻ്റെ ഈ പാതയിൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈശോയോട് വാഗ്ദാനം ചെയ്തു, ഞാൻ ഡോക്ടറായാൽ എൻ്റെ ഈ ഒരു ജോലിയോ പദവിയോ അല്ല, നിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ, എൻ്റെ സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടിയൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല എന്ന്. അങ്ങനെ ഞാൻ ഈശോയ്ക്ക് വാക്ക് കൊടുത്തു. അതിനുശേഷം ഞാൻ എപ്പോഴും പള്ളിയിലൊക്കെ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. അപ്പം ഞാൻ ചങ്ങനാശ്ശേരിയിലാണ്. അവിടെ ഒരു ചെത്തുപ്പുഴ പള്ളിയുണ്ട്. അവിടെ ഞങ്ങൾ തിരുഹൃദയത്തിൻ്റെ പള്ളിയാണ്. അപ്പോൾ ആ തിരുഹൃദയത്തിൻ്റെ പള്ളിയിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും പോകുമായിരുന്നു. അപ്പോൾ ഈ എൻട്രൻസ് പരീക്ഷ നടക്കുന്നത് ഒരു മെയ് മാസത്തിലാണ്. +2ൻ്റെ പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞിട്ട് ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ എൻട്രൻസ് പരീക്ഷയ്ക്ക് അതിനൊന്നുള്ള ഗ്യാപ്പ് ഉള്ളത്. അപ്പം എനിക്ക് പഠിക്കാനോ അത് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും സമയമില്ലായിരുന്നു. മെറ്റീരിയൽസും പോസ്റ്റലായിട്ടുള്ള ഈ ട്യൂഷൻ്റെ മെറ്റീരിയൽസാണ് മെയിനായിട്ട് ഞാൻ ആശ്രയിച്ചിരുന്നത്. അപ്പം ഞാൻ ഈ എൻട്രൻസിന് അടുക്കാറായപ്പം ഈ ഒരു തിരുഹൃദയത്തിൽ ഞാൻ ആശ്രയിച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് എല്ലാ ദിവസവും ഈ വെള്ളിയാഴ്ചത്തെ നൊവേനയൊക്കെ കൂടാനായിട്ടുള്ള ആഗ്രഹം ഞാൻ കർത്താവിനോട് പറഞ്ഞു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ മെയ് മാസമായപ്പം ഭയങ്കര ഇടിയും മഴയും ഒക്കെ തുടങ്ങി. അപ്പം അന്ന് നമുക്ക് വീട്ടിൽ വാഹന സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പള്ളിയിൽ പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായ ഒരു സമയമായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം മഴയായിരുന്നു. അപ്പോൾ എൻട്രൻസിൻ്റെ 2 ദിവസം, ഒരു ഞായറാഴ്ച എൻട്രൻസ്, വെള്ളിയാഴ്ച, അതുപോലെ തന്നെ രാവിലെ മുതൽ മഴക്കാറും മൂടിക്കിടക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ കർത്താവിനോട് എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു, ഈശോയെ ഈ എൻട്രൻസിന് മുമ്പായിട്ട് ഈശോയുടെ വന്ന് തിരുഹൃദയത്തിന് മുമ്പിൽ ഒന്ന് നിൽക്കാനുള്ള കൃപ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു അത്ഭുതം പോലെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അന്ന് 4 മണിക്ക് കുർബാന, 3:30 ആരാധനയുണ്ട്. 3 മണിയായപ്പം ഒരു അന്ധകാരമുള്ള ഒരു റൂമിൽ ലൈറ്റ് ഇടുമ്പം വെളിച്ചം വരുന്നത് പോലെ പെട്ടെന്ന് സൂര്യപ്രകാശം കൊണ്ട് അവിടെ നിറയുകയാണ്. അപ്പോൾ ആ കാർമേഘം എല്ലാം പോയിട്ട്, അപ്പോൾ ആ ഒരു പ്രകാശത്തിൽ ഞാൻ പള്ളിയിൽ പോയി. ഞാൻ തിരിച്ച് ഒരു 6 മണി വരെ ഉണ്ട് അവിടുത്തെ, 5:30 വരെ അവിടുത്തെ പരിപാടിയുണ്ട്. വീട്ടിലെത്തുമ്പോൾ 6 മണി. ഞാൻ വീട്ടിൽ 6 മണിയായപ്പോൾ എത്തി. 6:30 വരെ മുഴുവൻ സൂര്യപ്രകാശമാണ്. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 2-3 വ്യക്തികൾ പരസ്പരം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇതെന്തൊരു അത്ഭുതമാണിന്ന് സംഭവിച്ചത്. കർത്താവ് ആഗ്രഹിക്കുന്ന ആരോ പള്ളി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഈ ഒരു അത്ഭുതം സംഭവിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഈശോ എൻ്റെ ഒരു ചെറിയ പ്രാർത്ഥന പോലും, അതിന് പോലും നീ വില തന്നല്ലോ. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. അതിനുശേഷം ഒരു ദിവസത്തിന് ശേഷം എൻട്രൻസ് പരീക്ഷയാണ്. അപ്പോഴും ഞാൻ വലിയ മെറ്റീരിയൽസോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് എന്താണ് പഠിക്കേണ്ടതെന്നോ എൻ്റെ മുമ്പിൽ
മുമ്പിൽ മുഴുവൻ ശൂന്യതയാണ്, എന്താണ് പഠിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോ എനിക്ക് ഈ വലിയ വലിയ കുറേ ബുക്സുകളുണ്ട്, ഇന്ന് എന്നാ പഠിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഈശോയോടും മാതാവിനോടും ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് വീണ്ടും കർത്താവ് എനിക്കൊരു അത്ഭുതം തന്നു. കർത്താവ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പം മമ്മി വന്നിട്ട് ഒരു വിജയവീതി, അന്ന് മനോരമ പത്രത്തിൻ്റെ സപ്ലിമെൻ്റാണ്, ഒരു വിജയവീതി കൊണ്ട് തന്നിട്ട് പറഞ്ഞു, മോളെ നിനക്ക് സമയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇന്ന് മാതൃകാ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇതും കൂടെ ഒന്ന് ചെയ്തോ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഞാൻ നോട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, എനിക്ക് പിന്നെ ഈ വിജയവീതി പഠിക്കാം. അങ്ങനെ വിജയവീതി പഠിച്ചു കഴിഞ്ഞപ്പോൾ നോക്കി അതിനകത്ത് ടഫായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് എൻട്രൻസ് മാതൃകാ ചോദ്യങ്ങൾ. അതൊന്നും തന്നെ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ പേരൻസ് പ്രൊഫസേഴ്സാണ്, ഞാൻ അവരുടെ ഹെൽപ്പോടുകൂടി പപ്പായും മമ്മിയും എന്നെ ഹെൽപ്പ് ചെയ്ത് ഞാൻ ആ ഇത് സോൾവ് ചെയ്തു. പിറ്റേന്ന് രാവിലെ എൻട്രൻസ് പോകാൻ നേരത്ത് കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ പോകുന്നതിന് മുമ്പ് പപ്പ ബൈബിൾ എടുത്തിട്ട് മോളെ നമുക്ക് ബൈബിൾ വായിച്ചിട്ട് പോകാം കേട്ടോ എന്ന് പറഞ്ഞ് ബൈബിൾ എടുത്ത് തന്നു. അപ്പോൾ ബൈബിളിൽ എനിക്ക് കിട്ടിയ വചനം, സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിൻ്റെ രാജാവ് കഴുതപ്പുറത്ത് കയറി എഴുന്നള്ളി വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും, നമ്മൾ കഴുത എന്ന് പറയുന്ന പൊതുവെ അറിവില്ലാത്തവരാണ്, എനിക്ക് ഒരു എൻട്രൻസ് എഴുതാനുള്ള ഒരു അറിവോ പാഠമോ ഒന്നുമില്ല, എനിക്ക് ആ പാഠം ഒരു +2 ലെവലിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിന്നൊരു കഴുതയാണ്. അപ്പോൾ എൻ്റെ പുറത്ത് കയറി കർത്താവ് വരുന്നതായിട്ട് ഞാനിങ്ങനെ മനസ്സിൽ കാണുകയും അത് ആ ഒരു ബോധ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ എൻട്രൻസ് എഴുതുന്നതിന് ആ മുഴുവൻ നേരം ഈശോ എൻ്റെ കൈ പിടിച്ചെഴുതുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അതിനുശേഷം ഭയങ്കര ഉന്നതമായ ഒരു വിജയ, ഫസ്റ്റ് ചാൻസിൽ 152ാമത്തെ റാങ്ക് കിട്ടിയപ്പം അത് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്ര അറിവുള്ള ആളല്ല ഞാൻ. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നെ ആ എൻട്രൻസിന് സംഭവിച്ചത്, എൻട്രൻസിന് +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻസാണ് ആ വർഷം വന്നത്. സാധാരണ ഹയറായിട്ടുള്ള ചിലപ്പം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരും, പക്ഷേ ആ വർഷം ഞങ്ങൾക്ക് വന്നത് ഞാൻ പഠിച്ച പോലത്തെ ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു. അതിൻ്റെ അകത്ത് ഒരു 30% ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിലൊരു നല്ല ശതമാനം ക്വസ്റ്റ്യൻസ് ഈ വിജയവീതിയിൽ പപ്പ അന്ന് തലേന്ന് കൊണ്ട് തന്ന ആ വിജയവീതിക്കകത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ എൻട്രൻസിന് ഫസ്റ്റ് ചാൻസിൽ ഈ ഒരു നല്ല ഒരു മാർക്ക് കിട്ടിയത്. അങ്ങനെയാണ്. അപ്പം അതിനുശേഷം ഇതിൻ്റെ അകത്ത് എനിക്ക് എൻ്റെ ഒരു കഴിവോ ഇതൊന്നുമില്ല. കർത്താവ് ശരിക്കും ആ ഒരു 10ാം ക്ലാസ്സിൽ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ എനിക്ക് മാർക്ക് കുറഞ്ഞു കിട്ടിയതുകൊണ്ട് മാത്രമാണ് എൻ്റെ കർത്താവിനെ ഞാൻ ഇത്രയധികമായി ആശ്രയിക്കുകയും അതുപോലെ അതല്ല എൻ്റെ ഒരു കഴിവുകൊണ്ട് നേടാവുന്ന ഒരു വിജയമേ അല്ലായിരുന്നു. അപ്പം എൻ്റെ ജീവിതത്തിലെ ആ ഒരു ചെറിയൊരു വീഴ്ചയോ തകർച്ചയോ കർത്താവ് വലിയ രീതിയിൽ ഉയർച്ചയ്ക്കായിട്ട് മാറ്റി എന്നെ കർത്താവിൻ്റെ മഹത്വം ആ ഒരു ഇൻസിഡൻറ്റിലൂടെ കാണിച്ചു തരികയായിരുന്നു. ഞങ്ങളുടെ ഒരു വളരെ സാധാരണ ജീവിതമാണ്. അതായത് വലിയ ക്രൈസിസുകളോ വലിയ ഞെട്ടിക്കുന്ന അത്ഭുതങ്ങളോ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സാധാരണ ഒരു ജീവിതത്തിൽ ഈശോ അസാധാരണമായ കൃപ, ഇതെല്ലാം ഇങ്ങനെ സാധാരണമായി പോകാനായിട്ട് ഈശോ അസാധാരണമായ കൃപ എങ്ങനെ ഒഴുക്കി എന്നാണ് ഞങ്ങളുടെ ഈ ടെസ്റ്റിമണിയുടെ ആധാരം. എൻ്റെ ഫാമിലി ആലപ്പുഴയിലാണ്. ഫാദർ ഒരു വെരി ബിസി ഫിസിഷ്യനാണ്, അമ്മ ഹൗസ് വൈഫ്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യാനിരുന്നപ്പോൾ എന്താണ് പറയേണ്ടത്, ഇപ്പോൾ ശുഭ പറഞ്ഞ കാര്യമാണ്, 70 വയസ്സുള്ള മൈ മദർ. ഞങ്ങൾ ആരും ഒരു പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തിയില്ലെങ്കിലും അമ്മ മുട്ടുകുത്തും, അതിപ്പോഴും 70 വയസ്സ് കൂടുതലുണ്ട്. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിലൊരു പ്രാവശ്യം കുർബാന സ്വീകരിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ വഴിയിൽ ചെറുപ്പത്തിൽ തുപ്പി നടക്കുമ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞ കാര്യം ഓർക്കണം ഇപ്പോഴും, ഈശോനെ സ്വീകരിച്ചതിന് ഇങ്ങനെ തുപ്പാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ റിലീജിയസ് തന്നെ ഈശോനെ സ്നേഹിക്കണം എന്നും ഇങ്ങനെയൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ വാട്ട് വാസ് മിസ്സിംഗ് എന്ന് എനിക്ക് അപ്പോഴൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. ഐ വാസ് വെരി റിലീജിയസ്, പക്ഷേ പേഴ്സണൽ കണക്ഷൻ ആബ്സെൻ്റ് ആയിരുന്നു ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നു. മാരേജ് കഴിഞ്ഞപ്പോൾ സാധാരണ ഏതൊരാളും കല്യാണം കഴിക്കുന്നത് പോലെ ഞാനും കല്യാണം കഴിച്ചു. പക്ഷേ ഒരു കാര്യം എനിക്ക് കൺവിക്ഷൻ ആയിരുന്നു. അതായത് ശുഭനെ കണ്ടപ്പോൾ ഞാൻ കല്യാണം കഴിക്കേണ്ട ആളിതാണ് എന്ന് ഞാൻ ഈശോയോട് അന്ന് അത്രയും ക്ലോസ് അല്ലാത്തതുകൊണ്ട് എനിക്ക് കൺവിക്ഷനായിട്ട് മനസ്സിൽ വന്നായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണത്തിന് ശേഷം
ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് സ്വഭാവമാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് പല കാര്യങ്ങളിലും ഞാൻ വളർന്നു വന്നത് ഒരു പാട്രിയാർക്കൽ ഫാമിലിയിലാണ്. അപ്പോൾ ഈ തീരുമാനങ്ങൾ എല്ലാം മിക്കവാറും പ്രെഡിക്റ്റബിൾ ആണ്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഓപ്പോസിറ്റായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് തീരുമാനങ്ങളും അതെടുക്കാനുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ എനിക്ക് ആകെപ്പെട്ട ഡൗട്ടായിരുന്നു, ഞാൻ എടുക്കുന്ന കറക്റ്റ് തീരുമാനമാണോ അതോ ശുഭ പറയുന്നതാണോ കറക്റ്റ് തീരുമാനം, അതോ ഇത് രണ്ടും അല്ലേ? അങ്ങനെ എല്ലാ ഇഷ്യൂവിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ഈശോ അപ്പോൾ എന്നെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഒരു അടിയിലേക്ക് പോകാനുള്ള ഒരു ലക്ഷണമാണ്. അപ്പോൾ ഈശോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈശോ ഇങ്ങനെ ജീവിതത്തിൽ ശുഭയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ദിവസവും രാവിലെ ഞാൻ എണീക്കുമ്പോൾ കേൾക്കുന്ന ഓരോ അത്ഭുതങ്ങൾ, ഇത് കേൾക്കുമ്പോൾ ആദ്യമേയൊക്കെ എനിക്കൊരു എന്താ പറയുക, ഒരു ഇൻഡിഫറൻസ് ആയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 2-3 കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആയി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതൊരു എനിക്കും വേണം എന്നെനിക്ക് തോന്നാൻ തുടങ്ങി. അപ്പോൾ ഈശോ ഒരു നീഡാന്ന് എനിക്ക് തോന്നി. ശരിക്കും ഒരു നീഡാന്ന് തോന്നി. കുറച്ച് നാളിങ്ങനെ പിന്നെയും കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊരു അബ്സല്യൂട്ട് നീഡാണ്, ഈശോ ഇല്ലാതെ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ശരിക്കും ഞാൻ ജീസസ് യൂത്തിൽ നിന്ന് വന്നിട്ട് കുറേ നാളായല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ 2013 അന്ന് തിരുവനന്തപുരത്തുള്ള പ്രൊഫഷണൽ കോൺഫറൻസാണ് പിന്നെ ഞാൻ ആദ്യമായിട്ട് പോയത്. അവിടെ നിന്ന് അങ്ങോട്ട് ഈശോ എന്നെ ഒരു ശരിക്കും ചെറുപ്പത്തിൽ തൊട്ട് ഈശോ വളർത്തിക്കൊണ്ട് വന്ന ഒരാളെ ഉപയോഗിച്ച് ഒരു ഈ പെരിഫറിയിൽ നിൽക്കുന്ന ഒരാളെ ഈശോയുടെ അടുത്തേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു അനുഭവം, ആ ഒരു അനുഭവം ക്ലൈമാക്സിലെത്തിയത് 2025 ഷോജിച്ച ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദറാണ്. അച്ഛൻ്റെ അടുത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ അൺബൗണ്ടിന് രജിസ്റ്റർ ചെയ്തോ, നാളെ തുടങ്ങുന്നുണ്ടെന്ന്. ആ ഒരു അൺബൗണ്ട് ജീവിതത്തിലൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു. അതോടുകൂടി ഒരു വാഷ് ക്ലീൻ എന്ന് പറയുന്ന ഒരു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ശുഭ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ടോജിയുടെ ദേഷ്യമൊക്കെ കുറഞ്ഞു അങ്ങനെ. അപ്പോൾ അന്ന് ഞാൻ ആ അൺബൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ വായിച്ച സങ്കീർത്തനം Psalm 108, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. അന്ന് അടുപ്പിച്ചൊരു 3 ദിവസം അൺബൗണ്ട് കഴിഞ്ഞിട്ടൊരു 3 ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ ഈശോയുടെ സ്നേഹം ഇങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞിട്ട്, ഡാനിയൽച്ചൻ പറയുന്നത് നമ്മൾ മരിച്ചു പോകുമെന്ന് തോന്നുന്ന അതിൻ്റെ ഒരു ചെറിയ രൂപം ഞാൻ അനുഭവിച്ചു അൺബൗണ്ട് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഇപ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഷോജിച്ചൻ പറഞ്ഞ ടാഗ് ലൈനാണ് ഞാൻ തന്നത്, മാരേജ് ഗേവ് us വിങ്സ് ടു ഫ്ലൈ. അതായത് അച്ഛൻ പറയുന്നത് 2 പേർക്ക് ഓരോ ചിറകാണുള്ളത്. മാരേജിൽ സമയത്ത് നമ്മൾ ഒന്നിക്കുമ്പോൾ നമുക്ക് 2 ചിറകാണ് നമുക്ക് പറക്കാം. രണ്ടാമത്തെ കാര്യം എനിക്ക് മനസ്സിലാകുന്നത്, ഇഫ് ദർ ആർ no 3 people in your marriage will fail. നിങ്ങളും ഈശോയും. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ഈ അൺബൗണ്ട് കഴിഞ്ഞതോടെയാണ് ഈശോയുടെ സ്നേഹം എന്താണെന്നൊരു ഫ്രാക്ഷൻ എങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അന്ന്. അപ്പോൾ അങ്ങനെ അൺബൗണ്ട് കഴിഞ്ഞ് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈശോ എന്നെ ട്രാൻസ്ഫർ ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കണ്ണൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ജോലി 4 മണിക്ക് തീരും. അപ്പോൾ ഞാൻ 4 മണി തൊട്ട് പിന്നെ 2 മണിക്കൂർ കിടന്നുറങ്ങും. അങ്ങനെയാണ് സാധാരണ എല്ലാ ദിവസവും സംഭവിക്കുക. ഒരു ദിവസം ഈശോ ഇങ്ങനെ പറഞ്ഞു, 4 മണി തൊട്ട് 6 മണി വരെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കിടന്നുറങ്ങും എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, നീ കിടന്നുറങ്ങണ്ട, അന്ന് ഇൻ്റർസെഷൻ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ സാധാരണ എനിക്കിങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണമെന്ന് ആഗ്രഹം തുടങ്ങിയത് 2013 പോകാൻ പറ്റിയത് 2017. ഇത് ഈശോ പറഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് ഇൻ്റർസെഷന് പോകാൻ പറ്റാൻ തുടങ്ങി. ഒരു 4 മണി തൊട്ട് 6 മണി വരെ എല്ലാ ദിവസവും അവിടെ പോയി ഇരിക്കാനുള്ള, ഞാൻ ജീവിതത്തിൽ ഇരുന്നിട്ടില്ല. ആദ്യമായിട്ട് ഇരിക്കുന്ന അന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ്. ഇപ്പോൾ ഒരു 1.5 വർഷമായി. ഈശോ അന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 3 ദിവസം അടുപ്പിച്ച് ഞാൻ പോയില്ല. അപ്പോൾ ഈശോ പറഞ്ഞു വേർ യു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എത്ര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു നിന്നെ ഏൽപ്പിച്ച പണി നീ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാത്രമല്ല, ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞു നിന്നെ ഏൽപ്പിച്ച പണി വേറെ ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ ഈശോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മുടെ മിനിസ്ട്രീനെയും
നമ്മുടെ നമ്മുടെ ഈശോ തന്നിട്ടുള്ള ഓരോ ഒക്യുപ്പേഷനുകളെയും നമ്മുടെ ജോലി എല്ലാം ഈശോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇൻ്റർസെഷൻ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോ പറഞ്ഞു, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ശരിക്കും ഇൻ്റർസെഷൻ മിനിസ്ട്രി ഏറ്റെടുത്തു. അങ്ങനെ ഈശോ അതിലൂടെ വണ്ടർഫുള്ളായിട്ട് ആൻസേഴ്സ് തരാൻ തുടങ്ങി. ആൻസർ ചെയ്യാത്ത ഇഷ്ടംപോലെ പ്രയാസമുണ്ട്. അത് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് ഈശോ നമ്മളെ ഹംബിൾ ചെയ്യുന്നതാണ്. നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ വരും എന്ന് ഈശോയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈശോയ്ക്ക് പിന്നെ നമ്മളെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. പ്രൈസ് ഗോഡ്. ഈ അൺബൗണ്ടിന് പോയപ്പോൾ വേറൊരു ആസ്പെക്റ്റ് എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഞാൻ കണ്ടുപിടിച്ചത് ദ സ്പിരിറ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു, അത് ഷോജിച്ചൻ പറഞ്ഞു തന്നാണ്. അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ ഞാൻ 2013 GCFത്തിൻ്റെ ഒരു പ്രൊഫഷണൽ കോൺഫറൻസിന് പോയിരുന്നു. അന്ന് എനിക്കൊരു ഹോളി സ്പിരിറ്റിൻ്റെ എക്സ്പീരിയൻസ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ എൻ്റെ ഈ സ്പിരിറ്റ് ഓഫ് കൺട്രോൾ അന്ന് ഭയങ്കര പ്രിഡോമിനൻ്റ് ആയതുകൊണ്ട് ശരിക്കും പരിശുദ്ധാത്മാവ് വരേണ്ട വഴി വരെ തീരുമാനിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത്. ഒന്നും സംഭവിച്ചില്ല. 2025 ആയപ്പോൾ എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, നമ്മളല്ല തീരുമാനിക്കേണ്ട, ഈശോ ആണ് സമയവും മാനറും തീരുമാനിക്കേണ്ട. അത് എപ്പോൾ എനിക്കത് മനസ്സിലായോ അന്ന് ഈശോ നമ്മളോട് സംസാരിക്കാനും നമ്മളോട് കൺസ്ട്രക്റ്റീവായിട്ട് ഇടപെടാനും തുടങ്ങി. അല്ലെങ്കിൽ ഈശോയ്ക്ക് പറ്റില്ല. ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്. വിശുദ്ധ കുർബാനയും ഒരുമിച്ച് ഉള്ള കുടുംബ പ്രാർത്ഥനകളും ഏത് യാത്രയ്ക്ക് പോകുമ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ ഞങ്ങളുടെ കൂടെ വസിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പം ഞങ്ങൾ ചോദിച്ച് കിട്ടിയ അനുഗ്രഹങ്ങളെക്കാളും ഒത്തിരി അത്ര അധികമാണ് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നൽകിയ സംരക്ഷണങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും കർത്താവ് ഒത്തിരി ഇടപെട്ട് ഞങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള കേസസൊക്കെ വരുമ്പം കർത്താവിൻ്റെ ഒരു അനുഗ്രഹം ചോദിച്ച് ദിവ്യകാരുണ്യ ആരാധന ഇരുന്ന് കഴിയുമ്പോൾ വചനത്തിലൂടെയും കർത്താവ് ഉടനടി നമ്മൾക്ക് മറുപടി തരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്താണ് ഒരു കുട്ടിക്ക് പനി മാറാതെ ഞാൻ ആ കുട്ടീനെ ഹയർ സെൻറ്ററിലേക്ക് റെഫർ ചെയ്തപ്പോൾ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു, എന്നെ വിടല്ലേ, എനിക്ക് വേറെ ആരും ഇല്ല, ഡോക്ടർ തന്നെ നോക്കണേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എനിക്ക് അതുകൊണ്ടാണ് വിടുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് എന്നെ വിട്ടിട്ട് പോയതാ, എൻ്റെ കുഞ്ഞിനെ നോക്കണേ. അപ്പം ഞാൻ അന്ന് കുർബാനയിൽ പോയിട്ട് ഈശോ നിയോഗം രാവിലെ 5 മണിക്ക് കുർബാനയ്ക്ക് പോയിട്ട് നിയോഗം വെച്ച്, കർത്താവേ ഈ കുഞ്ഞിനെ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് ഞാൻ ചെന്നപ്പോൾ ഈ കുട്ടിയുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി എന്നോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ മോളുടെ അസുഖം മാറി കേട്ടോ, ഇന്നലെ 5 മണി മുതൽ എൻ്റെ കുഞ്ഞിനെ പനിച്ചിട്ടില്ലാന്ന്. അപ്പോൾ കർത്താവ് നമ്മുടെ ഓരോ ചെറിയ പ്രാർത്ഥനകൾക്കും കർത്താവ് വില തരുന്നു എന്നുള്ളത്. അപ്പം ചോദിക്കാതെ തരുന്ന അനുഗ്രഹങ്ങളാണ് കൂടുതലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈശോയുടെ സ്നേഹം അനുഭവിച്ചതിന് ശേഷം ഈശോ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈശോ നമ്മുടെ ചുറ്റും ഈശോയുടെ സ്നേഹം നിറഞ്ഞ പ്രാർത്ഥിക്കുന്ന ഒത്തിരി ഡോക്ടർമാരെ നമ്മുടെ ചുറ്റും നിർത്തി. ഫോർ എക്സാമ്പിൾ നമ്മളെ ജീസസ് യൂത്തിൽ മെൻറ്റർ ചെയ്യാൻ ജൂലിയോ ചേട്ടൻ, ബിജു ചേട്ടൻ, ഇങ്ങനെ ഓരോരുത്തരെയും, പിന്നെ അഭിഷേകമുള്ള പുരോഹിതരെ നമ്മുടെ ചുറ്റും നിർത്തി. അവരുടെ പ്രാർത്ഥനകൾ കൊണ്ട് അവരുടെ സാമീപ്യവും സഹവാസവും എല്ലാം നമുക്ക് ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു ഉപാധികളായി മാറുന്നു. പിന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും സഹോദരനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈശോയോടുള്ള സ്നേഹം മറ്റുള്ളവർക്ക് സുവിശേഷം കൊടുക്കാൻ ഉള്ള ഒരു പ്രചോദനമായില്ലെങ്കിൽ ഈശോ നമ്മൾ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് ഈശോ ഇപ്പോൾ അത് നമ്മുടെ അടുത്ത് വന്ന പേഷ്യൻസ് ആണെങ്കിലും നമ്മുടെ അടുത്ത് വന്നില്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് പോയി അവരോട് സുവിശേഷം പറയേണ്ട സമയമാണിത്. അപ്പോൾ അതുപോലെ
ഇപ്പം ഈശോയ്ക്ക് ഞങ്ങൾക്ക് ഈശോയുടെ സ്നേഹവും നന്ദിയും ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് ഈശോയുടെ സുവിശേഷം ഈശോയെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടാണ്. അതിനുള്ള അവസരം മിനിസ്ട്രിയിലും ഞങ്ങളുടെ ഹോസ്പിറ്റലിലും എല്ലാം ഞങ്ങൾക്ക് കിട്ടും. അത് ഇനി ഉപയോഗിക്കണം എന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുമാണ് ഇപ്പോൾ ഞങ്ങളുടെ തീരുമാനം. എന്നുള്ളം തിരയുന്നൊരേ സ്നേഹം നീ മാത്രമേ, എന്നിനവിലും കനവിലുമായി നിറയുന്നൊരെൻ ദൈവമേ. എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോ